വയനാട് ജില്ലയോട് ചേർന്ന തമിഴ്നാട് നീലഗിരി നെല്ലാങ്കോട്ട ടൗണിൽ കഴിഞ്ഞ ദിവസം രാത്രി ഇറങ്ങിയ ഒരു കാട്ടാന കേട്ടോ അത്. ഒറ്റ വരവ് തന്നെ ഈ ടൗണിനെ ആകെ വിറപ്പിച്ചിട്ടോ ഈ കാട്ടാന. ആ റോഡ് സൈഡിൽ നിർത്തിയിട്ടിരുന്ന വണ്ടികളൊക്കെ കുത്തി മറിച്ചിട്ട്, പ്രത്യേകിച്ച് ബൈക്കുകൾ. പിന്നീട് അതുവഴി വരുന്ന വണ്ടികളുടെ നേരെയൊക്കെ ഓടി അതിനെ ആക്രമിക്കാൻ നോക്കി. അതുമാത്രമല്ല, നാട്ടുകാരെ നേരെ ഓടിട്ടോ. പലരും ഒന്ന് പേടിപ്പിച്ച് ഓടിക്കാനൊക്കെ നോക്കുന്നുണ്ട്, ശബ്ദം ഉണ്ടാക്കിയിട്ടൊക്കെ. ആ സമയത്ത് കാട്ടാന എന്താക്കും, അവരെ നേരെ ഓടിയിട്ട് അവർ രക്ഷപ്പെട്ട് ഓടല പതിവ്. കാരണം ഇത് പ്രധാനപ്പെട്ട വണ്ടികൾ പോകുന്നൊരു വഴിയാണ്. ഈ വഴിയിലാണ് ഈ കാട്ടാന വന്നിങ്ങനെ നിൽക്കുന്നത്. റോഡിൻ്റെ രണ്ട് സൈഡിലും ആൾക്കാരൊക്കെ നിന്നിട്ട് വണ്ടികൾക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ എങ്ങാണ്ടൊരു വണ്ടി എങ്ങാണ്ട് ശ്രദ്ധിക്കാതെ ഇതുവഴി വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ഭീഷണിയാണ്. അവർക്ക് ഒരു അപകട സാധ്യതയുണ്ടാവും. അതുപോലെ ഇത് കണ്ടില്ലേ, ഈ ആന കണ്ടില്ലേ ടൗണിലൂടെയൊക്കെ നടന്ന് ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി എല്ലാവരും പേടിപ്പിച്ചുകൊണ്ടിരിക്കട്ടെ. ഈ റോഡ് സൈഡിൽ തന്നെ ആൾക്കാർ താമസിക്കുന്നുണ്ട് വീടുകളിൽ. അവരൊക്കെ വീടിൻ്റെ ടെറസിലൊക്കെ നിന്നിട്ട് ശബ്ദം ഉണ്ടാക്കി ഓടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല. ഇതിന് ഇഷ്ടമുള്ളപ്പോൾ തിരിച്ചു പോവുള്ളൂ. ഇത് തന്നെ ഇപ്പോൾ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് ഇവിടെ തിരിച്ചു പോയത് കേട്ടോ അവിടുത്തെ നാട്ടുകാർ പറഞ്ഞത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ കൊമ്പനാന ഇവിടെ ആദ്യമായിട്ട് വരുമൊന്നുമില്ല. ഇതിനു മുമ്പും പല പ്രാവശ്യവും വന്നിട്ടുണ്ട്. അന്നൊക്കെ ഇത് തന്നെയായിരുന്നു അവസ്ഥ. ഇതിന് മുൻപൊരു പ്രാവശ്യം ഒരു വണ്ടിയൊക്കെ എടുത്ത് പൊക്കി നിലത്തിട്ടതിൻ്റെ സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. നാട്ടുകാർക്ക് ഇതിന് ശബ്ദം ഉണ്ടാക്കി ഇങ്ങനെ ഓടിക്കുകയല്ലാതെ വേറൊരു വഴിയില്ല. കുറേ കഴിഞ്ഞാൽ പോകും, പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വരും, പിന്നെ അവർ ഓടിക്കും. ഇത് തന്നെയാണ് അവിടുത്തെ അവസ്ഥ. പെട്ടെന്ന് ബൈക്ക് കൊണ്ട് വന്ന ആൾക്കാരൊക്കെ ഇതിന് മുമ്പ് പെട്ട് ജസ്റ്റ് രക്ഷപ്പെട്ടു പോയ സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നിർത്താതെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടിൽ ഒറ്റ വണ്ടി പോലും കാണാത്ത ഈ അവസ്ഥ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ ഈ കാട്ടാൻ എത്രത്തോളം ഭീഷണിയാണ് അവിടെ ഉണ്ടാക്കുന്നതെന്നും. അപ്പോൾ ഈ വഴി പോകുന്നവരൊക്കെ എപ്പോഴും ഒന്ന് ശ്രദ്ധിച്ചിട്ട് യാത്ര ചെയ്യണേ.